السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم. ثلة من الأولين وقليل من الآخرين. صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من قرأ سورة الواقعة في كل ليلة لم تصبه فاقة أبدا. صدق محمد رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا ബഹുവന്യരായ ഫൈളി ഉസ്താദ്, മറ്റുസ്താദുമാര്, സദസ്സിലും പരിസരങ്ങളിലും നിന്ന് ഈ സദസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ സംഭവബഹുലമായ ഒരധ്യായം. സംഭവബഹുലമായ അധ്യായം എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസത്തെ പ്രഭാഷണം സംഘടിപ്പിക്കുകയാണെങ്കിൽ സൂറത്തുൽ വാഖിഅയുടെ ചെറിയ ഒരാശയം പോലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയും മഹത്തായ അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. അത് നമ്മളിവിടെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് ആമുഖമായി ഞാൻ നേരത്തെ ഫൈളി ഉസ്താദിനോട് സമ്മതമാക്കിയിട്ടുണ്ട്, ഓടിച്ചങ്ങ് പോയാൽ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തവണ സൂറത്തുൽ വാഖിഅ ഭാഗം 1 പറയും. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഭാഗം 2 പൂർത്തീകരിക്കും. അതാണ് നമുക്ക് ഏറെ നന്നാവുക എന്ന് തോന്നിയപ്പം ഉസ്താദിനോട് അഭിപ്രായം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു അതാ വളരെ നല്ലത്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഫാത്തിഹയൊക്കെ 3-4 ദിവസം കൊണ്ട് അടിച്ചു വിട്ടപ്പോൾ ഉണ്ടായ സങ്കടങ്ങൾ. അപ്പം അത് എപ്പോഴും ഫാത്തിഹയും നമ്മൾ 2 ഭാഗമായിട്ടാണ് അവതരിപ്പിച്ചല്ലേ, 2 ഭാഗമായിട്ടാണ് അവതരിപ്പിച്ചത്. എന്നാലും അതിന് സമയം തികഞ്ഞിട്ടില്ല. അപ്പം സൂറത്തുൽ വാഖിഅ വല്ലാത്തൊരധ്യായമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയാനും കേൾക്കാനും. പറയൽ എളുപ്പമാണ്, കേൾക്കൽ അതിലേറെ എളുപ്പമാണ്. പറയലും എളുപ്പമാണ്, കേൾക്കൽ കുറച്ചും കൂടെ എളുപ്പമാണ്. 2 കൂട്ടർക്കും പറയുന്നതനുസരിച്ച് ജീവിക്കാനും ഇപ്പൊ ഉള്ള ശൈലിക്കൊരു തിരുത്ത് പ്രഖ്യാപിക്കാനും ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ വാഖിഅ നമ്മളിവിടെ പൂർണ്ണമായി ഇത് ചർച്ച ചെയ്യുകയാണെങ്കിൽ സൂറത്തുൽ വാഖിഅ 96 വചനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 100ഓളം വചനങ്ങൾ. ഈ 96 ആയത്തുകളെ എങ്ങനെ ആണ് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുക? കഴിയില്ല. കഴിയുന്നത് ഇൻഷാ അല്ലാഹ് പരമാവധി നമുക്ക് പറയാം, ബാക്കി പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തീകരിക്കാം. സൂറത്തുൽ വാഖിഅ ഇതിന്റെ മഹത്വം ആദ്യം നമ്മളൊന്ന് ഉൾക്കൊള്ളണം. സൂറത്തുൽ വാഖിഅയുടെ മഹത്വമാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്താണ് സൂറത്തുൽ വാഖിഅയുടെ മഹത്വം? ഈ അധ്യായത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? ഇത് സെലക്ട് ചെയ്യാൻ എന്താ കാരണം? പ്രത്യേകിച്ചു വല്ല കാരണവുമുണ്ടോ? ഉണ്ട്. ഈ അധ്യായം വിശ്വാസിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും തീർക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോടൊപ്പം പരലോകത്തേക്ക് നമ്മളെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഇത്ര നല്ല ഒരു അധ്യായം വേറെ കാണാനും കഴിയില്ല. ധാരാളം സൂറത്തുകൾ സാധുവായ ഞാൻ വിശദീകരിച്ചത് സൂറത്തു യാസീൻ 20 സീഡികളുണ്ട്, സൂറത്തു നൂർ 20 സീഡിയുണ്ട്, സൂറത്തുൽ മആരിജ് 20 സീഡിയുണ്ട്, സൂറത്തുൽ ഫാത്തിഹ 20 സീഡികളിൽ വിശദീകരിച്ചിട്ടുണ്ട്. 20 മണിക്കൂർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം അധ്യായങ്ങൾ. ആ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആദ്യമായി സംസാരിച്ചത് സൂറത്തുൽ വാഖിഅയായിരുന്നു.
അതൊരു 9 കൊല്ലം മുമ്പാണ് സൂറത്തുൽ വാഖിയ സംസാരിക്കുന്നത്. ആ സംഗതികൾ ഇപ്പോഴും പല സുഹൃത്തുക്കളും പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി അതിലെ പല വാക്കുകളും പല ആയത്തുകളും പല വാചകങ്ങളും. സൂറത്തുൽ വാഖിയയിലെ ചില വാക്കുകളൊക്കെ ശരിക്കും നെഞ്ച് പിളർത്തി ഉള്ളിലേക്ക് അങ്ങ് കയറുന്നതാണ്. വല്ലാത്ത വാക്കുകളാണ്. അപ്പൊ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കി എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. ആ സൂറത്തുൽ വാഖിയ അതിന്റെ മഹത്വമാണ് പറയുന്നത്. ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ വാഖിയതി ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. എല്ലാ രാത്രിയിലും ഒരു രാത്രി പോലും വിട്ടുപോകരുത്. എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, മുത്തുനബി പറഞ്ഞു, ഇല്ല, അയാൾക്ക് ദാരിദ്ര്യം അയാളെ തൊട്ടു തീണ്ടുകയില്ല. ദാരിദ്ര്യം അയാളെ ബാധിക്കുകയില്ല. അബദ, ഒരിക്കലും ദാരിദ്ര്യം അയാളെ പിടികൂടുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ വേണ്ടത്? സൂറത്തുൽ വാഖിയ എന്നും ഒന്ന് ഓതുക. സൂറത്തുൽ വാഖിയ എന്നും പതിവായി ഓതുകയാണെങ്കിൽ ആ മനുഷ്യന് ദുനിയാവിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവൂല. ദാരിദ്ര്യം ഉണ്ടാവൂല. പറയുന്നത് ആരാ? ശഫീഉനാ റസൂലുള്ളാഹി. നുബുവത്തിന്റെ തിരുനാക്കുകൊണ്ട് നമുക്ക് നൽകിയ ഓഫറാണ്. മുസ്ലിമീങ്ങളെ, ഇത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയാണ്, സൂറത്തുൽ മുൽക്ക് തബാറക ഓതിയാൽ അവർക്ക് ഖബറിൽ അദാബ് ഉണ്ടാകൂല എന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സൂറത്തുൽ വാഖിയയും തബാറക്കയും, വാഖിയയും മുൽക്കും, ഇദാ വഖഅതിയും തബാറക്കയും സ്ഥിരമായി ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അയാളെ ദുന്യാവും ആഖിറവും സലാമത്താകും എന്ന് ചുരുക്കം. അയാളെ ദുന്യാവും ആഖിറവും സലാമത്താകും. പിന്നെന്താ നമുക്ക് തോന്നുന്നതിന്? ഇത് ഓതാൻ ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കുന്നതിന് ഒരു 15 മിനിറ്റ് ഉണ്ടായ രണ്ടും ഭംഗിയായിട്ട് ഓതാം, പതുക്കെ ഓതി തീർക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഓതുന്നതിന് നമുക്കെന്ത് മുടക്കാവുള്ളത്? ചെറിയ സമയം മതി. എന്നാ നമ്മളെ ദുന്യാവും ആഖിറവും ഇത് സലാമത്താകും. ഇത് സലാമത്താക്കുമെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ മടിച്ചു നിൽക്കണം? അതുകൊണ്ട് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ എന്റെ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് എനിക്കാദ്യം പറയാനുള്ള വസിയത്ത്, ഇന്ന് മുതൽ സൂറത്തുൽ വാഖിയയും സൂറത്തുൽ മുൽക്കും എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യണം. എല്ലാ ദിവസവും പാരായണം ചെയ്യണം. ഒന്നും കൂടെ അത് മനസ്സിലേക്കൊന്നങ്ങിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ചെറിയ സംഭവം പറയാം. അത് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് സൂറയുടെ വിശദീകരണത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്നു. തങ്ങളുടെ അടുത്തേക്ക് കയറി വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ കാണാൻ വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉള്ളത് ഫീ മറളി മൗതിഹി, മരണശയ്യയിലുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കാണാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കടന്നു വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, മാ തസ്തകീ. ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഉടനെ മരിക്കോന്ന് തോന്നിപ്പോയി. വഫാത്തിന്റെ സമയം അടുത്തിട്ടുണ്ട് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഇങ്ങനെ തോന്നിയപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, മാ തസ്തകീ, നിങ്ങൾക്ക് വല്ല കംപ്ലൈന്റും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. ശിക്കായത്ത്, വല്ല ശിക്കായത്തും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാം, ഞാനത് പൂർത്തീകരിച്ചു തരും. എന്തെങ്കിലും കേസ് പറയാനുണ്ടെങ്കിൽ, അവലാധി പറയാനുണ്ടെങ്കിൽ, പരാതി പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ദാ ശിക്കായത്ത്.
മാദാ തസ്തകി. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ശികായത്ത് പറയാനുണ്ടോ, കംപ്ലൈന്റ് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ കംപ്ലൈന്റ് പറയാനുണ്ട്, എനിക്ക് പരാതി പറയാനുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സങ്കടം ഒന്നു മാത്രമാണ്. ദുനൂബി, എന്റെ പാപങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് എനിക്ക് ശിക്കായത്ത് പറയാനുള്ളത്, പരാതി പറയാനുള്ളത്. ഈ പാവപ്പെട്ട ഇബ്നു മസ്ഊദ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് ഞാനെങ്ങനെ ആ പടച്ചോന്റെ മുന്നിലേക്ക് പോകുക? ഇതാണ് നിങ്ങളോട് പറയാനുള്ള പരാതി, പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്, അതല്ല ഞാൻ ചോദിച്ചത്, കാരണം അതെന്റെ പരിധിയിൽ വരുന്നതല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന്റെ ആശയം തിരിഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടെ ചോദിക്കാം, ശൈലി ഒന്ന് മാറ്റിയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, മാ തസ്തഹി എന്ന് ചോദിച്ചു. ഒന്നാണ്ട് മാറ്റി, ഹി എന്ന് പറഞ്ഞത് കി എന്ന് പറഞ്ഞത് ഹി എന്നാക്കി. അപ്പോഴേക്ക് അർത്ഥം ഒരുപാട് മാറി. മാ തസ്തഹി, നിങ്ങൾക്ക് എന്താണ് മരിക്കാൻ കിടക്കുമ്പോൾ ഉള്ള അന്ത്യാഭിലാഷം? അതൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ ശഹുവത്ത്, അവസാനത്തെ മോഹം. മാ തസ്തഹി, എന്താണ് നിങ്ങളുടെ അവസാനത്തെ മോഹം? മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ മോഹം ഒന്ന് പൂർത്തീകരിച്ചു കൊടുത്താൽ വലിയ കാര്യമാണ്. മാ തസ്തഹി, എന്താ നിങ്ങൾക്ക് മരിക്കും നേരത്ത് എന്നോട് പറയാനുള്ള അന്ത്യാഭിലാഷം? എന്തഭിലാഷം ഉണ്ടെങ്കിലും പറയാം, ഞാനത് പൂവണിയിപ്പിക്കും. ഒന്നും കൂടെ വിഷയം എന്താണെന്ന് തിരിയുന്ന രൂപത്തിൽ അങ്ങ് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഉണ്ട്, മരിക്കുന്ന നേരത്ത് എനിക്കൊരു ശഹുവത്തുണ്ടെങ്കിൽ, എനിക്കൊരു താല്പര്യമുണ്ടെങ്കിൽ, എനിക്കിഷ്ടപ്പെട്ട ഒരു കേസുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. മഗ്ഫിറത ദുനൂബി, അസ്തഹി മഗ്ഫിറത ദുനൂബി. ഞാൻ നിങ്ങളോട് എന്റെ മോഹമായി അവതരിപ്പിക്കുന്നത്, ഞാൻ മോഹിക്കുന്നത് മരിക്കുന്ന നേരത്ത് എന്റെ ഉത്കടമായ മോഹം ഒന്നു മാത്രമാണ്, മഗ്ഫിറത ദുനൂബി, എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടണം. സങ്കടം പറയാൻ പറഞ്ഞപ്പോൾ പാപങ്ങളെക്കുറിച്ചാ സങ്കടം പറഞ്ഞത്. എന്നാൽ ഉത്കടമായ മോഹം പറയണം, അന്ത്യാഭിലാഷം പറയണം എന്ന് പറഞ്ഞപ്പോൾ അഭിലാഷം പറഞ്ഞതും അത് തന്നെ. അത് അഭിലാഷാക്കി മാറ്റിയെന്ന് മാത്രം. എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരികയാണെങ്കിൽ അതെൻ്റെ അവസാനത്തെ ഒരു കൊതിയാണ്. അപ്പോഴും ഉസ്മാൻ ബിൻ അഫ്ഫാൻ വിചാരിച്ച റൂട്ടിലേക്ക് ആരും വരുന്നില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഈ ചോദിക്കുന്നത് വല്ല സാമ്പത്തിക സഹായവും വേണോന്നാ, വല്ല സാമ്പത്തിക, ആ റൂട്ടിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ടും വരും, എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാലും അതേ റൂട്ടിലൂടെ തന്നെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പരലോകത്തേക്ക് തന്നെ പോവുകയാണ്. ആ ബേജാറിലാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഉള്ളത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് എന്ത്? അഫലാ തദഉ തബീബ്, നിങ്ങൾക്ക് ഡോക്ടറെയൊന്നും വിളിക്കണ്ടേ, ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് രോഗത്തിന്റെ അവസ്ഥ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ശമനം കിട്ടുമോ എന്ന് നോക്കണ്ടേ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, എന്താ നിങ്ങൾ ചോദിച്ചത്? ഡോക്ടറെ കാണണ്ടേന്നോ? അത്വബീബു അംറദനി, ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയതെങ്കിലോ പിന്നെന്താ ഡോക്ടറോട് പരാതി പറയാൻ? ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത് എന്ന് പറഞ്ഞാൽ എന്റെ ത്വബീബ് അല്ലാഹുവാണ്, എന്റെ ഡോക്ടർ അല്ലാഹുവാണ്. ആ ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത്. അതുകൊണ്ട് തികഞ്ഞ തവക്കുലിൽ തന്നെ ഞാൻ കിടക്കുന്നു, ഡോക്ടറെയൊന്നും കാണേണ്ടതില്ല. ഉടനെ തന്നെ അടുത്ത ചോദ്യം, എന്നാ പിന്നെ ശരി, നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോകുമ്പോ ഞങ്ങളെ ഒരാഗ്രഹം ഒന്ന് പ്രകടിപ്പിച്ചോട്ടെ. അഫലാ നഉമുറു ബിഅതാഇക്, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ദാനം, സാമ്പത്തിക സഹായം നൽകാൻ നമ്മൾ ഓർഡർ ഇടട്ടെയോ? അത് ബൈത്തുൽ മാലിൽ നിന്ന് ഇവിടെ എത്തും. പാവപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം
ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, മരിക്കാൻ കിടക്കുന്ന എനിക്കിനി സമ്പത്ത് ആവശ്യമില്ല. എന്തിനാ എനിക്ക് പൈസ? ഞാൻ മരിക്കല്ലേ, മരിക്കുന്ന എനിക്കെന്തിനാ പൈസ? നമ്മളാ മരിക്കാൻ കിടക്കുന്നത് എങ്കിൽ ശ്വാസം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? എത്ര ഉള്ളതെങ്കിലും ഇങ്ങോട്ട് എടുക്കുകയറില്ലേ? സംഗതി 1 സെക്കൻഡ് 2 സെക്കൻഡ് അല്ലെങ്കിൽ 1-2 മിനിറ്റ് ശേഷം ജീവിക്കുള്ളൂ. എന്നാലും നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും കൊടുക്കാലോ എന്നുള്ളൊരു സന്തോഷം നമ്മളെ മനസ്സിലുണ്ട്. ഉള്ളിൽ അങ്ങനെ ഒരു പൂതി ഉണ്ടല്ലേ? അവിടെയാ ചോദിക്കുന്നത്. വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മരിക്കുന്ന എനിക്ക് എന്തിന് സമ്പത്ത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നമ്മൾ ഈ പറഞ്ഞ റൂട്ടിലേക്ക് അത് തിരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, നദ്ഫഉഹു ഇലാ ബനാതിക്, ഒക്കെ പെൺമക്കളല്ലേ, പാവം പെൺമക്കൾക്ക് നിങ്ങളെ കാലശേഷം ജീവിക്കണ്ടേ, അതുകൊണ്ട് ആ സാമ്പത്തിക സഹായം ഞങ്ങൾ നിങ്ങളെ പെൺമക്കൾക്ക് കൊടുത്തോളാം, നിങ്ങളെ മരണശേഷം നിങ്ങളെ പെൺമക്കൾക്ക് നൽകാം. എന്നാൽ അവരുടെ ജീവിതം കഷ്ടപ്പെട്ട് കഴിയൂലല്ലോ, അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവൂലല്ലോ, അവർ പ്രയാസപ്പെടാതിരിക്കാൻ നിങ്ങളെ പെൺമക്കൾക്ക് ഞങ്ങൾ ആ ദാനം കൊടുക്കാം എന്ന് പറഞ്ഞപ്പം മഹാനവറുകൾ പറഞ്ഞു, വലാ ഹാജത ലഹുൻ, അവർക്കും അതിന്റെ ആവശ്യമല്ല. എന്റെ പെൺകുട്ടിയൊക്കെ അതിന്റെ ഒന്നും ആവശ്യമല്ല. അതെന്താ? നിങ്ങൾ മരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുള്ളത് ശരി. നിങ്ങളെ പെൺമക്കൾ ഇനിയും ഇവിടെ ജീവിക്കണ്ടേ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, വെള്ളം കുടിക്കണ്ടേ, അവർക്ക് മുണ്ടുടുക്കണ്ടേ, അവർക്ക് പൈസ ഇല്ലാതെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുക? അവർക്ക് പ്രയാസം ഉണ്ടാവൂലേ? ആ സമയത്താണ് മഹാനവറുകൾ പറയുന്നത്, എന്റെ പെൺമക്കൾക്ക് നിങ്ങളുടെ പൈസ വേണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? അമർത്തുഹുന്ന അൻ യഖറഅന സൂറത്തുൽ വാഖിഅതി ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതണമെന്ന് ഞാൻ എന്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അവരത്